بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബു ഖൗലില്ലാഹി തആല ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. കഴിഞ്ഞ ബാബുകളിൽ നാം പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ടും മറ്റുമെല്ലാം ശ്രദ്ധിക്കാതെ ആളുകൾ സംഭവിച്ചു പോകുന്ന ശിർക്കിൻ്റെ ഇനങ്ങളാണ് തുടർന്ന് ഈ ബാബുകളിലും പരാമർശിക്കുന്നത്. ഈ ബാബിൻ്റെ തലക്കെട്ടായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ആ ആയത്തുകൾ 21, 22 ആയത്തുകൾ ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയെ അറിയിക്കുന്ന ആയത്തുകളാണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ ആരംഭിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. പിന്നെ ആരാണ് റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ ആ അല്ലാഹുവിന് അൻദാദിനെ, നിദ് എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് അൻദാദ് എന്നുള്ളത്, പകരക്കാരെ നിങ്ങൾ ആക്കരുത്, നിങ്ങൾ എടുക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്ന അവസ്ഥയിൽ, അഥവാ സൃഷ്ടിച്ചതും ഉപജീവനം നൽകുന്നതും ഇതെല്ലാം അല്ലാഹു ആണ് എന്ന് അറിഞ്ഞിരിക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നിട്ടും ആ അവസ്ഥയിൽ നിങ്ങൾ അല്ലാഹുവിന് പകരക്കാരെ സ്വീകരിക്കരുത് എന്ന് പറയണം. ഇവിടെ ഈ നിദ് എന്നുള്ള ആ പദം അത് ശിർക്കിൻ്റെ വേറൊരു ഇനമാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മനുഷ്യർ പങ്കു ചേർക്കുന്നത് 4 തരത്തിലായിരിക്കും. അതിലൊന്നാമത്തേത് നിദ്ദാണ്, അള്ളാഹുവിന് പകരക്കാരെ സ്ഥാപിക്കുക, അള്ളാഹുവിനെ മാറ്റിക്കൊണ്ട് പകരക്കാരെ സ്ഥാപിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേത് വഹീറാണ്, അള്ളാഹുവിന് ഷിർക്കാണ്, അള്ളാഹുവിന് പങ്കുകാരെ, അള്ളാഹുവിനോടൊപ്പം വേറൊരാൾ എന്ന നിലക്ക് ഷിർക്കാണ്. മൂന്നാമത്തേത് വഹീറാണ്, അള്ളാഹുവിന് സഹായിയായിട്ടൊരാളുണ്ട് എന്ന നിലക്ക്. ഒന്നാമത്തേത് അള്ളാഹുവിന് പകരക്കാരനെ സ്ഥാപിച്ച്, രണ്ടാമത്തേത് അള്ളാഹുവിന് പങ്കുകാരനെ സ്ഥാപിച്ച്, മൂന്നാമത്തേത് അള്ളാഹുവിന് സഹായിയുണ്ട് എന്ന നിലക്ക്, നാലാമത്തേത് ഷഫീഅ്, അള്ളാഹുവിലേക്കുള്ള ശുപാർശകനാണ് എന്ന നിലക്ക് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്ന, പങ്കു ചേർക്കുന്ന അവസ്ഥ. ഈ 4 അവസ്ഥയിലാണ് പ്രധാനമായിട്ടും ആളുകൾ ഷിർക്ക് ചെയ്യുക. ഈ 4നെയും റദ്ദ് ചെയ്തുകൊണ്ട് സൂറത്ത് സബയിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആയത്തെയാണ് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന് കൊടുത്ത തഫ്സീർ അല്ലെങ്കിൽ ഈ ആയത്തിനെ വിശദീകരിച്ച ഭാഗമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഖാല ഇബ്നു അബ്ബാസിൻ ഫിൽ ആയ, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ തഫ്സീർ ഏറ്റവും നന്നായി അറിയുന്ന സ്വഹാബി ആയിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അൻദാദ് ഹുവ ശിർക്ക്, അൻദാദ് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സഫാത്തിൻ സൗദാഅ ഫി ദുൽമത്തിൽ ലൈൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഷിർക്ക്, ഈ ബാബിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഷിർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഒരു ഉറുമ്പിന്റെ കാലടിയേക്കാൾ ഗോപ്യമായ നിലയ്ക്ക്, അലാ സഫാത്തിൻ സൗദാ, ഒരു കറുത്ത പാറക്കല്ലിന്റെ മുകളിൽ, ഫീ ദുൽമത്തിൽ ലൈലി, ഇരുട്ടുള്ള ഒരു രാത്രിയിൽ, അഥവാ കുരാകൂരി ഇരുട്ടുള്ള ഒരു രാത്രിയിൽ ഒരു കറുത്ത പാറക്കല്ലിന്റെ മുകളിലൂടെ ഉറുമ്പ് നടക്കുമ്പോൾ അതിന്റെ കാലടി എത്രത്തോളം ഗോപ്യമാകുമോ അത്രത്തോളം ഗോപ്യമായ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വഹു അൻ തഖൂല, അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. എന്താണത്? അങ്ങനെയുള്ള ഷിർക്ക് എന്താ? അത്രയും ഗോപ്യമായ ഷിർക്ക് എന്താണ് എന്ന് പറയാണ്. നീ പറയലാണ് വല്ലാഹി വഹയാതിക യാ ഫുലാനു, വല്ലാഹി അല്ലാഹു ആണ്
അതുപോലെ തന്നെ നിന്റെ ജീവിതം തന്നെയാണ് യാ ഫുലാൻ ഇന്നാലിന്റെ വ്യക്തിയെ, അഥവാ അള്ളാഹു ആണ് എന്ന് ഒരു സത്യം ചെയ്ത് പറയുന്നതിനോടൊപ്പം വേറൊരു വ്യക്തിയുടെ അയാൾ അള്ളാഹുവിന്റെ വലിയെന്ന് സ്ഥാപിച്ചാലും അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാനത്ത് പറഞ്ഞാലും നിന്റെ ജീവിതം തന്നെയാണ് എന്ന നിലക്ക് പറയുന്നത്. അല്ലെങ്കിൽ ഹയാത്തി എന്റെ ജീവിതം തന്നെയാണ് എന്ന നിലക്ക് സത്യം ചെയ്ത് പറയുക. വതഖൂൽ അതല്ലെങ്കിൽ നീ പറയും ലൗല കുലൈബതു ഹാദാ ഈ ചെറിയ നായക്കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ലഅതാന അല്ലുസൂസു നമ്മളിലേക്ക് കള്ളന്മാർ വരുമായിരുന്നു, അഥവാ രാത്രി വീട്ടിലേക്ക് കള്ളന്മാർ വരുമായിരുന്നു. നായക്കുട്ടി ഇല്ലായിരുന്നെങ്കിൽ, നായക്കുട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കള്ളൻ കയറാത്തത്. വലൗല അൽബത്തു ഈ താറാവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഫിദ്ദാരി വീട്ടിൽ ലഅതൽ ലുസൂസു കള്ളന്മാർ വരുമായിരുന്നു. അഥവാ കള്ളന്മാർ വന്നാൽ ഈ താറാവുകൾ ബഹളമുണ്ടാക്കി ശബ്ദമുണ്ടാക്കി അറിയിക്കും, ഈ താറാവുകളെ കണ്ടിട്ടാണ് കള്ളന്മാർ വരാത്ത് എന്ന നിലക്കുള്ള വാക്ക്. അതൊക്കെ ഗോപ്യമായ ശിർക്കിന്റെ വാക്കാണ്. വഖൗലു റജുലി ലിസ്വാഹിബിഹി അതല്ലെങ്കിൽ ഒരാൾ അവന്റെ കൂട്ടുകാരനോട് പറയാണ് മാഷാ അല്ലാഹു വശിഅത അല്ലാഹു നീയും ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹു നീയും ഉദ്ദേശിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം നടന്നത് എന്ന നിലക്കുള്ള വാക്ക്. വഖൗലു റജുൽ അതല്ലെങ്കിൽ മറ്റൊരു വാക്ക് ലൗലല്ലാഹു വഫുലാനുൻ അല്ലാഹുവും ഇന്നാലിന്റെ വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന നിലക്ക് വാക്ക് പറയൽ. ലാ തജ്അൽ ഫീഹാ ഫുലാനൻ എന്നിട്ട് പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലാ തജ്അൽ ഫീഹാ ഫുലാനൻ നീ അല്ലാഹുവിനോടൊപ്പം വേറൊരാളെ വെക്കരുത് എന്ന് പറയരുത്. ഹാദാ കുല്ലുഹു ബിഹി ശിർക്കുൻ ഇതെല്ലാം ഷിർക്കാണ് എന്ന് പറയാൻ റവാഹു ഇബ്നു അബി ഹാറ്റിം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണിത്. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ഖുർആനിന്റെ തഫ്സീർ ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിയാണ്. ഹിബറുൽ ഉമ്മ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഉമ്മത്തിന്റെ പണ്ഡിതനായിക്കൊണ്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 22ാമത്തെ ആയത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഷിർക്കുൻ അക്ബർ തന്നെയാണ്, അഥവാ വലിയ ഷിർക്ക്, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന ശാശ്വതമായ നരകാവകാശിയാകുന്ന ഷിർക്ക് തന്നെയാണ്. എന്നാൽ പണ്ഡിതന്മാർ ഷിർക്കുൻ അക്ബർ കൊണ്ട് ഉദ്ദേശിച്ചതിൽ അതിനെ വിശദീകരിക്കുന്നിടത്ത്, ഷിർക്കിനെ പറ്റി വിശദീകരിക്കുന്നിടത്ത് ഷിർക്കുൻ അസ്ഗർ ആവട്ടെ അല്ലെങ്കിൽ ഷിർക്കുൻ ഖഫീ ആവട്ടെ, ഗോപ്യമായി ഒരാളിൽ സംഭവിക്കുന്ന ഷിർക്കാവട്ടെ, അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, ഇതിൽ ഷിർക്കിന്റെ ഇനം അത്രയും ഗോപ്യമാണ് എന്നുള്ളത്. ഇത് നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും തൗഹീദിന്റെ ആളുകൾ അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള അത് പ്രാവർത്തികമാക്കുന്ന ആളുകൾ, അവർക്ക് ഉജ്ബ് കടന്നു വരാറുള്ള വലിയൊരു കവാടമാണ് ഞങ്ങൾ സ്വർഗത്തിന്റെ ആളുകളാണ്, ബാക്കിയുള്ള ആളുകളൊക്കെ അതാ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, കുഫ്ർ സംഭവിക്കുന്ന ആളുകൾ, ഞങ്ങൾ ഏറ്റവും നല്ല ആളുകളാണ്, ഞങ്ങൾക്ക് മരിച്ചാൽ മതി, സ്വർഗത്തിൽ അവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന നിലക്കൊക്കെ ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാം. തൗഹീദ് ഉണ്ടാകും, അവരെ തൗഹീദ് ഇല്ല എന്നോ മറ്റല്ല പറയുന്നത്, പക്ഷെ അവരെ പിശാച് കെണിയിലകപ്പെടുത്തുന്ന വലിയൊരു ബാബാണ് ഉജ്ബ് എന്നുള്ളത്, ഉജ്ബുൻ നഫ്സ്, സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നുള്ളത്. എന്നാൽ അവർക്ക് തൗഹീദിന്റെ ശാഖകളെ പറ്റിയോ തൗഹീദിന്റെ ഇനങ്ങളെ പറ്റിയോ തൗഹീദിന്റെ വശങ്ങളെ പറ്റിയോ അറിയുകയുമില്ല, പഠിക്കുകയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹെ പറ്റിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പാലിക്കേണ്ട ഷർത്തുകളെ പറ്റിയോ ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ അവർ ഈ ഉജ്ബിൽ അകപ്പെട്ടു പോകുന്നത് കാണാറുണ്ട്. അവർ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് ഇതുപോലെ ഒരു കറുത്ത ഉറുമ്പ്, കറുത്ത പാറക്കല്ലിന് മുകളിൽ ഇരുട്ടുള്ള രാത്രിയിൽ കടന്നു കയറുന്ന കാലടിപ്പാട് പോലെ അല്ലെങ്കിൽ അതിന്റെ ശബ്ദം പോലെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ശിർക്കിനെ എത്രത്തോളം ഭയപ്പെടണം ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ഹനീഫ ആയിട്ടുള്ള ഖലീലായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത്, എന്നെയും എൻ്റെ സന്താനങ്ങളെയും ഈ വിഗ്രഹങ്ങളെ തൊട്ട് നീ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം. അപ്പോൾ ഷിർക്കിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം. അപ്പൊ ഷിർക്ക് അത്ര ഗോപ്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, അത് വെറുതെ ഒരു ഉപമ പറയല്ല, അത്രയും ഗോപ്യമായ നിലക്ക് ഷിർക്ക് കടന്നു വരും. അതിനെ മനസ്സിലാക്കി തന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചില ഉദാഹരണങ്ങളിലൂടെ. അതിൽപ്പെട്ടതാണ് അല്ലാഹു അല്ലാത്തവരെ തൊട്ട് സത്യം ചെയ്തു പറയുക, വല്ലാഹി വഹയാതി വല്ലാഹി വഹയാതി, അല്ലെങ്കിൽ വല്ലാഹി ഇന്ന ഒരാള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്തു പറയുക എന്നുള്ളത് അത് ശിർക്കാണ്. അത് നാവുകളിൽ ആളുകൾക്കിടയിൽ സാധാരണ വരുന്നതാണ്. എൻ്റെ ഉപ്പയാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന ആളാണ് സത്യം,
അല്ലെങ്കിൽ ഷിർക്കിൽ മുഴുകി കിടക്കുന്ന ആളുകൾ ഇന്ന ജാറത്തിലെ വലിയാണ് സത്യം, അങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന ആളുകൾ സാധാരണയായി വരുന്ന വാക്കാണ് ലൗല കുലൈബത്തു ഹാദാ ലഅതാന ലുസൂസ്. ഇബ്നു അബ്ബാസ് ഉദാഹരണം പറഞ്ഞു, നായയില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ കള്ളം കയറുമായിരുന്നു. അതായത് നായ ഉള്ളത് കൊണ്ടാണ് കള്ളം കയറാത്തത് എന്ന് പൂർണ്ണമായി നായയുടെ മേലെ ഇഅ്തിമാദ് ചെയ്തുകൊണ്ട് പറയുന്ന വാക്ക്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവട്ടെ, ഇന്ന ആളുള്ളത് കൊണ്ടാണ് ഇന്ന കാര്യം നടന്നത്, അല്ലെങ്കിൽ സ്വന്തം ഒരാൾക്ക് തോന്നാം ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നേടുന്നത്. ആ നിലക്കുള്ള വാക്കുകൾ, തോന്നലുകൾ അതെല്ലാം ശിർക്കാണ്. അതുപോലെ തന്നെ മാഷാ അല്ലാഹു വശിഅത, നീയും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഊദു ബില്ലാഹി വബിക്, അള്ളാഹുവിനോടും നിന്നോടും ഞാൻ രക്ഷ തേടുന്നു എന്നുള്ള അതുപോലെയുള്ള വാക്കുകളെല്ലാം ഷിർക്കിന്റെ വാക്കുകളാണ്. ഇത് ബാബുകളിൽ കുറച്ചുകൂടിയും അസറുകൾ വിശദമായി വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തജ്അൽ ഫീഹാ ഫുലാനൻ, അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിനോടൊപ്പം വേറെ ആളെ ചേർക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിനോടൊപ്പം വേറെ ആളെ ചേർത്ത് ആ ഒപ്പം സ്ഥാനത്തെത്തുന്ന രീതിയിൽ നീ പറയരുത് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഹാദാ കുല്ലുഹു ബി ശിർക്കുൻ, അതെല്ലാം അള്ളാഹുവിൽ ശിർക്ക് ചെയ്യലാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് കിതാബു തൗഹീദ് പോലെയുള്ള അഖീദയുടെ കിതാബുകൾ, കിതാബു തൗഹീദ് അതുപോലെയുള്ള അഖീദയുടെ കിതാബുകൾ പല രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം പഠിക്കണമെന്ന് പറയാനുള്ള കാരണം, അതെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയാനുള്ള കാരണം, ഒരു മനുഷ്യനിലേക്ക് ശിർക്ക് വന്നെത്തുന്നത് അത്ര ഗോപ്യമായിരിക്കും. നാം ഇന്ന് ഭയപ്പെടുന്ന ഏതൊരു വസ്തുവിനേക്കാളും, ചില ആളുകൾ ചില ജീവികളെ ഭയപ്പെടും, ചില വ്യക്തികളെ ഭയപ്പെടും, ചില കാര്യങ്ങളെ ഭയപ്പെടും. അതിനേക്കാളെല്ലാം നാം ഭയപ്പെടേണ്ടത്, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഭയമുണ്ടാകേണ്ടത് അവനിൽ ശിർക്ക് സംഭവിക്കുമോ എന്നതിനെ തൊട്ടാണ്. കാരണം ആ ശിർക്ക് സംഭവിച്ചാൽ അവന്റെ ഈ ജീവിതം, ഈ ലോകവും നഷ്ടത്തിലാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത ഒരു അസർ ഹദീസാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. വഅൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക റവാഹു തിർമിദി വഹസനഹു വസഹഹഹു അൽ ഹാക്കിം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടല്ലാതെ വേറെ ആരെങ്കിലും സത്യം ചെയ്തു പറയുകയാണെങ്കിൽ, അള്ളാഹുവിനെ പറ്റിയല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത ഒരാൾ പറയുകയാണെങ്കിൽ ഫഖദ് കഫറ ഔ അശ്റക, ഒന്നെങ്കിൽ അവൻ കാഫിറായിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കഫറ അശ്റക എന്നുള്ളത് റാവിക്ക് ശിക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് പറഞ്ഞു. ഇവിടെ ഉദ്ദേശം കുഫ്റുൻ അസ്ഗർ അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗർ ആണ്. അവന്റെ ആ നാവിൽ നിന്ന് വന്നിട്ടുള്ള ആ വാക്ക് ഷിർക്കുൻ അസ്ഗർ ആണ് എന്നുള്ളത്. ഈ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ചെറിയൊരു കാര്യം എന്ന് നമ്മൾ വിചാരിക്കരുത്. മറ്റേത് വൻപാപത്തിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ. മറ്റേത് പാപത്തിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ. തൗഹീദ് അറിയാത്ത ആളുകൾ പലപ്പോഴും തൗഹീദിന്റെ ഗൗരവമോ ഷിർക്കിന്റെ അപകടമോ മനസ്സിലാക്കാത്ത ആളുകൾ അവർ ഷിർക്കിനേക്കാളും ഭയപ്പെടുക എന്താണ്? പാപങ്ങളെയാണ്. ഷിർക്കിനേക്കാൾ അവർ ഭയപ്പെടുക പാപങ്ങളാണ്. ഒരാൾ ഇന്ന് ഷിർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അവന്റെ കൽബിൽ ഉണ്ടാകുന്ന ഗൈറത്തും, അവൻ വേറൊരാൾ സ്വന്തം ഉമ്മയുമായി വ്യഭിചരിച്ചു എന്ന് കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗൈറത്തും രണ്ടവസ്ഥയിലായിരിക്കും. അതായത് ഗൗരവം നോക്കുമ്പോൾ, നിസ്സാരമായി പറയുകയല്ല, ഗൗരവം നോക്കുമ്പോൾ ഷിർക്കിന്റെ ഗൗരവം വളരെ വലുതാണ്. ആ ഗൗരവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കുന്നത് ആ ഷിർക്കും തൗഹീദും ഇപ്പോഴും അതിന്റെ ഹഖീഖത്ത് നമുക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച്, ചില ആളുകൾ ഉപ്പമാരെയും പിതാമഹന്മാരെയും, ചില ആളുകൾ ചില വ്യക്തികളെയോ വസ്തുക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനൊക്കെയോ വിളിച്ച് സത്യം ചെയ്തു പറയും. അങ്ങനെ ചെയ്താൽ അത് ഷിർക്കുൻ അസ്ഗർ ആണ് എന്ന് ഈ ഹദീസിലൂടെ അറിയിക്കുന്നു. അടുത്തൊരു അസർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ആണ്. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ. സ്വഹാബികളുടെ ഫഹ്മിന്റെ ആഴത്തെ മനസ്സിലാക്കി തരുന്ന ഒരു അസറാണിത്. സ്വഹാബികൾ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിന്റെ ആഴത്തെ മനസ്സിലാക്കി തരുന്ന ഒരു അസറാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇതിൽ പറയാണ്, ഇബ്നു മസ്ഊദ് പറയാണ്, ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു കളവ് പറയലാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ, സത്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത വേറെ ആരെയെങ്കിലും വിളിച്ച് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. നോക്കി
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറഞ്ഞുകൊണ്ട് ഒരു കളവ് സത്യം ചെയ്ത് പറയലാണ് അള്ളാഹു അല്ലാത്തവരെ സത്യം ചെയ്തുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് ഒരു സഹാബി പറയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ. എന്താണ് ഇവിടെ ഉദ്ദേശം? ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച് വല്ലാഹി എന്ന് പറഞ്ഞ് ഒരാൾ കളവ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന്, കളവ് പറഞ്ഞു എന്നുള്ള തെറ്റും അള്ളാഹുവിൽ സത്യം ചെയ്തു എന്നുള്ള നന്മയും. കളവ് പറഞ്ഞു എന്നുള്ള തെറ്റും അള്ളാഹുവിൽ സത്യം ചെയ്തു എന്നുള്ള നന്മയും. അതേസമയം ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്തു, എന്റെ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യമായിട്ടുള്ള കാര്യം, കളവല്ലാത്ത ഒരു സത്യമായിട്ടുള്ള കാര്യം പറയാം. ഹൽഫ് നടത്തിയത് എന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. അവിടെ എന്തായിട്ടുള്ളത്? സത്യം പറയുകയും ചെയ്തു, അള്ളാഹു അല്ലാത്തവരുടെ മേലെ എന്ത് ചെയ്തു? പിന്നെ ഹൽഫ് നടത്തി, അഥവാ സത്യം ചെയ്ത് പറയുന്ന അവസ്ഥയുണ്ടായി. അവിടെ സിദ്ഖുണ്ട്, പക്ഷെ ശിർക്കുണ്ട്. ആദ്യത്തേതിൽ എന്താണ്? കദിബാണ് പറഞ്ഞത്, പക്ഷെ തൗഹീദ് ഉണ്ട്. ഇതിലേതാണ് അഫ്ളലായിട്ടുള്ളത്? കാരണം ആ കളവ് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു അല്ലാത്ത ഒരാളെ അയാളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന്റെ ആഴത്തെ, ആ ശിർക്കിന്റെ ഗൗരവത്തെയും തൗഹീദിന്റെ പ്രാധാന്യത്തെയും മനസ്സിലാക്കി തരാനാണ്. അല്ലാതെ രണ്ടും ശരിയാണ് എന്ന അർത്ഥത്തിലല്ല. ഒരാൾ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് കളവ് പറയുക ഗൗരവമുള്ള തെറ്റാണ്, അത് പാപമാണ്, വളരെ അപകടം പിടിച്ച കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവമാണ് ഷിർക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്ത് പറയുക എന്നത് അറിയിക്കാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അസറിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം തൗഹീദിനെയും ഷിർക്കിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തൗഹീദിനെയും ഷിർക്കിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ആളുകളെ വിലയിരുത്തുമ്പോഴും ആളുകളെ മനസ്സിലാക്കുമ്പോഴും ചിലപ്പോൾ തൗഹീദുള്ള ഒരാൾ അയാൾ വളരെയധികം പാപം സംഭവിക്കുന്ന ഒരാളായിരിക്കും, അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ വേറൊരാൾ ഷിർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്, ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ആളാണ്. ഇതിൽ ഒരു മുഅ്മിൻ എന്ന നിലക്ക്, മുവഹിദ് എന്ന നിലക്ക് നമുക്ക് ഇഷ്ടമുണ്ടാവേണ്ടത് ആരോടാണ്? തൗഹീദുള്ള ആളോടാണ്. തൗഹീദുള്ള ആളോട് തൗഹീദിന്റെ പേരിൽ ഇഷ്ടമാണ്. ഷിർക്കുള്ള ആളോട് ഷിർക്കുള്ള അയാളുടെ മറ്റുള്ള നന്മകളേക്കാൾ നമുക്കുണ്ടാവേണ്ടത്. പക്ഷെ ഇത് നമ്മൾ അധികം ആളുകൾക്കും അതിന്റെ ഹഖീഖത്ത് മനസ്സിലായിട്ടില്ല. കാരണം അത്ര ഇപ്പോ പല ആളുകളും പറയാറുണ്ട്, പിന്നെ ഒരു തൗഹീദിന്റെ നാടായിട്ടുള്ള ഇപ്പൊ സൗദി അറേബ്യ തൗഹീദിന്റെ മേലെ നിലനിൽക്കുന്ന നാടാണ്. അവിടെ ചില കുറവുകളും മറ്റുമുണ്ട് എങ്കിൽ കൂടി തൗഹീദിന്റെയും സുന്നത്തിന്റെയും മേലെ നിലനിൽക്കുന്ന നാടാണ്. മറ്റു ചില നാടുകൾ കാണാം, അവിടെ ഒരുപാട് ബാഹ്യമായിട്ട് കുറെ ഖൈറുകൾ ആയിട്ട് ആളുകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഷിർക്കിന്റെയും മഅസിയത്തുകളുടെയും അല്ലെങ്കിൽ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും നാടായിരിക്കും. ഇവിടെ എന്തുണ്ടെങ്കിലും ആ തൗഹീദിന്റെ പേരിലുള്ള ഇഷ്ടമാണ് മുന്തി നിൽക്കേണ്ടത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് തൗഹീദ് യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും ആളുകൾ പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഒരു കള്ളമായ കാര്യത്തിൽ സത്യം ചെയ്ത് പറയലാണ് അള്ളാഹു അല്ലാത്തവരിൽ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ സത്യം ചെയ്ത് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുന്ന രീതി, ഹൽഫ് നടത്തുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. ഹൽഫ് നടത്തുന്ന രീതി. അടുത്തൊരു ഹദീസാണ് അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂലു മാ ഷാ അല്ലാഹു വശാ ഫുലാനുൻ. നീ പറയരുത്, അല്ലെങ്കിൽ നിങ്ങൾ പറയരുത് മാ ഷാ അല്ലാഹു വശാ ഫുലാനുൻ, അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടും ഇന്നാലിന്ന വ്യക്തി ഉദ്ദേശിച്ചതുകൊണ്ടും എന്ന് പറയരുത്. വലാകിൻ ഖൂലു, പക്ഷേ നിങ്ങൾ പറയുക മാ ഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാനുൻ, അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് പിന്നെ ഇന്നാലിന്ന വ്യക്തി ഉദ്ദേശിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ സഹീഹിൻ. وجاء عن إبراهيم النخعي رحمه الله അദ്ദേഹം പറഞ്ഞു أنه يكره أن يقول الرجل أعوذ بالله. ഇബ്രാഹിം അന്നഖി റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു അന്നഹു യക്റഹു അൻ യഖൂല الرجل أعوذ بالله وبك. അദ്ദേഹം താഴെ പണ്ഡിതനാണ്, അദ്ദേഹം പറയാണ് അദ്ദേഹം വെറുത്തിരുന്നു എന്ത് ഒരു വ്യക്തി പറയുകയാണ് അഊദു ബില്ലാഹി വബിക്, ഞാൻ അള്ളാഹുവിനെ കൊണ്ടും അതോടൊപ്പം നിന്നെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്നുള്ള വാക്ക് പറയൽ. വയുജവ്വിജു അൻ യഖൂൽ, എന്നാൽ അനുവദിച്ചിരുന്നു ബില്ലാഹി സുമ്മ ബിക്, അള്ളാഹുവിനെ കൊണ്ടും പിന്നെ നിന്നെ കൊണ്ടും എന്നുള്ള വാക്ക്. ഖാല വയഖൂൽ ലൗല അല്ലാഹു സുമ്മ ഫുലാനുൻ, അതുകൊണ്ട് തന്നെ പറയാറുണ്ട് അള്ളാഹു
ഇല്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ ഇന്നാളില്ലായിരുന്നുവെങ്കിൽ, വലാ തഖൂലു ലൗലല്ലാഹു വഫുലാനുൻ, അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയരുത്. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, അറബി ഭാഷയിൽ അത്ഫിന് അഥവാ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാവ് എന്നുള്ളതും സുമ്മ എന്നുള്ളതും അതിനുപയോഗിക്കും. എന്നാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മുസാവിയൻ ലിൽ മഅ്തൂഫി അലൈഹി, ഏതൊന്നിനോടാണോ അത്ഫ് ചെയ്യുന്നത് അതിനോട് ഒപ്പം എന്നുള്ള അർത്ഥത്തിലാണ്. ഉദാഹരണം പറഞ്ഞാൽ ജാഅ ഹാമിദുൻ വസൈദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിദ് വന്നു അതോടൊപ്പം സെയ്ദും വന്നു എന്നുള്ള അർത്ഥത്തിൽ വരും. ജാഅ എന്നുള്ള അർത്ഥത്തിൽ ഹാമിദും വസൈദുൻ എന്നുള്ളത് വന്നാൽ അത് ജാഅ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഹാമിദും സെയ്ദും ഒപ്പം വന്നു എന്നർത്ഥം. അതേ സമയത്ത് ഹാമിദുൻ സുമ്മ സെയ്ദുൻ എന്ന് പറഞ്ഞാലോ ഹാമിദ് വന്നു പിന്നെ സെയ്ദ് വന്നു എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പൊ അതേ രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഖൂലു മാ ഷാ അല്ലാഹു വശാ ഫുലാനുൻ, അല്ലാഹുവും ഇന്നാലിന്ന വ്യക്തിയും ഒപ്പം ഉദ്ദേശിച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ പറയരുത്. വലാകിൻ ഖൂലു, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞോളൂ, മാ ഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാനുൻ, ഇന്നാലിൻ അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് പിന്നെ ഇന്നാലിന്ന വ്യക്തി ഉദ്ദേശിച്ചത് കൊണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തു, അപ്പൊ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നൽകുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് പിന്നെ ഇന്നാലിന്ന വ്യക്തി ഉദ്ദേശിച്ചുകൊണ്ട് ആ കാര്യം നടന്നു, അങ്ങനെ പറയാം. എന്നാൽ അള്ളാഹു ഇന്ന വ്യക്തിയും ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പമാകുന്ന രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ഒന്നും ആ വാക്ക് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെയാണ് സ്വഹാബികളും താബിഈങ്ങളിൽ അറിയപ്പെട്ട പണ്ഡിതനായിട്ടുള്ള ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നതും അതേ രീതിയിലാണ് എന്ന് ഈ അസറിൽ കാണാം. അപ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒരാൾ ഉദ്ദേശിച്ചു എന്ന നിലക്കോ അള്ളാഹുവിനോടൊപ്പം നിന്നെ കൊണ്ടും രക്ഷ തേടുന്നു എന്ന നിലക്കോ ആ ഒരു അർത്ഥത്തിലോ വിശ്വാസത്തിലോ ഒരു വാക്ക് പോലും പറയാതിരിക്കണം. എന്നാൽ പിന്നെ ഭൗതികമായ കാരണങ്ങളെ പറ്റി പരാമർശിക്കാം അള്ളാഹുവിനെ പറഞ്ഞതിന് ശേഷം. അതാണ് ഈ ഒരു അസർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഹദീസുകളും ഇത് അസറുകളുമാണ് ഈ ഒരു ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഷർഹിൽ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാക്ക് വായിക്കാം. ബാബു ഖൗലില്ലാഹി തആല ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, ഈ ഒരു ആയത്തിന്റെ ബാബ്. الترجمة السابقة على قوله تعالى ومن الناس من يتخذ من دون الله أندادا. ഇതിനു മുമ്പ് ഒരു ബാബ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഹുബ്ബുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുമ്പോൾ അതിൽ കടന്നു പോയിട്ടുണ്ട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിദ്ദുകളെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ട് ജനങ്ങളിൽ എന്ന്. അവിടെ നിദ്ദ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും, അതാണ് അവിടെ പകരക്കാരെ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ ഇവിടെ പകരക്കാരെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അൽ ആയ يقصد بها الشرك الأكبر بأن يجعل لله ندا في العبادة والحب والخوف والرجاء وغيرها من العبادات. ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ يقصد بها الشرك الأكبر, വലിയ ശിർക്കാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ആളെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ വേറെ ആളെ ഭയപ്പെടുക, ആ നിലക്കുള്ളതാണ്. ബിഅൻ യജ്അല ലില്ലാഹി നിദ്ദൻ, അതായത് അള്ളാഹുവിന് ഒരു പകരക്കാരനെ ഉണ്ടാക്കുകയാണ്. ഫിൽ ഇബാദത്തിൽ വൽ ഹുബ്ബി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ, വൽ ഖൗഫി, അള്ളാഹുവിനോടുള്ള ഭയത്തിൽ, വറജായി, പ്രതീക്ഷയിൽ, വഗൈരിഹാ മിനൽ ഇബാദാത്ത്, അതുപോലുള്ള ഇബാദത്തുകളിലെല്ലാം അള്ളാഹുവിനോടൊപ്പം പകരക്കാരെ സ്വീകരിക്കുന്നതിനാണ് അത് ഉദ്ദേശിച്ചത്. വഹാദിഹി തർജമ, ഇപ്പോൾ ഈ തർജമ അഥവാ ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ എന്നുള്ള തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് അൽ മുറാദു ബിഹാ അശ്ശിർക്കുൽ അസ്ഗർ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഷിർക്കുൻ അസ്ഗർ ആണ്. കശ്ശിർക്ക് ഫിൽ അൽഫാലി കൽ ഹലിഫി ബിഗൈരില്ലാ, ഏതുപോലെ ലഫ്ളുകൾ കൊണ്ട് വാക്കുകളിൽ സംഭവിക്കുന്ന ശിർക്ക്, അതിലൊന്നാണ് അള്ളാഹു അല്ലാതെ മറ്റെന്തിനെങ്കിലും വിളിച്ച് സത്യം ചെയ്ത് പറയുക എന്നുള്ളത്. വകതശ്രീകി ബൈന അല്ലാഹി വബൈന ഖൽഖിഹി ഫിൽ അൽഫാലി കലൗല അല്ലാഹു വഫുലാനുൻ വഹാദാ ബില്ലാഹി വബിക്, അതുപോലെ തന്നെ സംസാരത്തിൽ വാക്കുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കു ചേർക്കുക എന്നുള്ളത്. ഏതുപോലെ അള്ളാഹുവും ഇന്ന ആളും ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിനോടൊപ്പം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇത് അള്ളാഹുവിനെ കൊണ്ടും നിന്നെ കൊണ്ടും എനിക്ക് കിട്ടിയതാണ് ഒപ്പമുള്ള അർത്ഥത്തിൽ പറയുക. وكإضافة الأشياء ووقوعها لغير الله
അതുപോലെ തന്നെ കാര്യങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളും എല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത്. കലൗലൽ ഹാരിസു ലഅതാനൽ ലുസൂസു, ഏതുപോലെ കാവൽക്കാരൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിലേക്ക് കള്ളന്മാർ വരുമായിരുന്നു, കള്ളൻ നമ്മുടെ വീട്ടിലേക്കോ മറ്റൊക്കെ വരുമായിരുന്നു. വലൗല ദവാഉൽ ഫുലാനി ലഹലക്തു, ഇന്നാലിന്ന ആളുടെ മരുന്നില്ലായിരുന്നുവെങ്കിൽ, ആ ചികിത്സ മരുന്ന് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ, ഞാൻ മരിച്ചു പോയേനെ. അങ്ങനെ ചില ആളുകൾ പറയും. ആ മരുന്നുള്ളതുകൊണ്ടാണ്, ആ ഡോക്ടറെ കാണിച്ചുകൊണ്ടാണ് ആ നിലക്കുള്ള വാക്ക്. വലൗല ഹിദ്ഖു ഫുലാനിൻ ഫിൽ മക്സബിൽ ഫുലാനി ലമാ ഹസല, ഇന്നാലിന്ന ആളുടെ കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ അവൻ എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് ഇന്നാലിന്ന കാര്യം നേടാൻ സാധിച്ചത്. അവനില്ലായിരുന്നെങ്കിൽ, അവന്റെ ആ കഴിവില്ലായിരുന്നെങ്കിൽ അത് നേടാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള വാക്ക്. ഫകുല്ലു ഹാദാ യുനാഫി അത്തൗഹീദ്, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം തൗഹീദിനെ തകർത്ത് കളയുന്നതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ തഅല്ലുഖുൽ ഖൽബി ബില്ലാഹ്, അള്ളാഹുമായിട്ട് കൽബ് തഅല്ലുഖാവുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് അതിന്റെ തഹ്ഖീഖ് പറഞ്ഞത്. അപ്പൊ ഈ തരത്തിലുള്ള വാക്കുകൾ പറയുക എന്നുള്ളത് തൗഹീദിനെതിരായിട്ടുള്ളതാണ്. വൽ വാജിബു അൻ തുദാഫൽ ഉമൂറ വഖൂഅഹാ വനഫ്അൽ അസ്ബാബ് ഇലാ ഇറാദത്തില്ലാഹി വഇലല്ലാഹി ഇബ്തിദാഅൻ, എന്നിട്ട് പറയാണ് വൽ വാജിബ് നിർബന്ധമാണ് അൻ തുദാഫൽ ഉമൂർ, കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചേർക്കപ്പെടുക എന്നുള്ളത്. അൻ തുദാഫൽ ഉമൂറു വവുഖൂഉഹാ വനഫ്ഉൽ അസ്ബാബ് ഇലാ ഇറാദത്തില്ലാഹി വഇലല്ലാഹി ഇബ്തിദാഅൻ, കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം, സംഭവങ്ങളും കാര്യങ്ങളുമെല്ലാം ചേർത്ത് പറയണം. ആ കാരണങ്ങളെ കൊണ്ട് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം ചേർത്ത് പറയണം. ആരിലേക്ക്? ഇലാ ഇറാദത്തില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലേക്ക്. അതുപോലെ തന്നെ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഇബ്തിദാഅൻ, ആദ്യത്തിൽ. അതായത് ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതാദ്യം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ആ കാര്യം പറയണം എന്ന് പറയുന്നത്. വയുദ്കറു മഅ ദാലിക് മർതബത്തു സബബി വനഫ്ഇഹി, അതോടൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം ബഅദ ദാലിക്, മഅ ദാലിക് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷം, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതിന് ശേഷം എന്തു പറയാം? കാരണത്തെ പറയാം, ആ കാരണം കൊണ്ടുണ്ടായ നേട്ടത്തെ പറയാം. എന്നിട്ട് പറയാൻ ഫയഖൂൽ, ഇപ്പോ ഒരാൾ പറയുകയാണ് ലൗല അല്ലാഹു സുമ്മ കദാ, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ, അതുപോലെ പിന്നെ ഇന്നാലിന്റെ കാര്യമില്ലായിരുന്നെങ്കിൽ എന്ന് പറയാം. ലിയുഅലമ അന്നൽ അസ്ബാബ മർബൂതത്തുൻ ബിഖളാഇല്ലാഹി വഖദരിഹി, എന്തിനാണ് അത് പറയുന്നത്? കാരണങ്ങൾ അള്ളാഹുവിന്റെ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണത്. ഫലാ യതിമ്മു തൗഹീദുൽ അബ്ദി ഹത്താ ലാ യജ്അല ലില്ലാഹി നിദ്ദൻ ഫീ ഖൽബിഹി വഖൗലിഹി വഫിഅലിഹി, ഒരടിമയുടെ തൗഹീദ് പൂർത്തിയാവുകയില്ല അവന്റെ വാക്കുകൊണ്ടും അവന്റെ പ്രവർത്തനം കൊണ്ടും അവന്റെ ഖൽബ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പകരക്കാരനെയും വെക്കാതെ എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഒരു ബാബിന്റെ വിശദീകരണത്തിൽ പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും അതുപോലെ സബബുകളിലേക്കും ചേർത്തി പറയുന്ന ആ കാര്യങ്ങൾ പ്രധാനമായും 4 തരത്തിലാണ്. ഒന്ന്, അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയുക എന്നുള്ളത്. അതാണ് പരിപൂർണമായിട്ടുള്ള ഒരവസ്ഥ. ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക, അള്ളാഹുവിനെ കൊണ്ടാണ് നടന്നത്, അങ്ങനെ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയുക എന്നുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹുവിലേക്കും അതുപോലെ തന്നെ അതിനുശേഷം സുമ്മ എന്നുള്ള നിലയ്ക്ക്, അതിനുശേഷം എന്നെ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് ആ അർത്ഥത്തിൽ സുമ്മ എന്നുള്ള അർത്ഥത്തിൽ പറയുക, അത് അനുവദിക്കപ്പെട്ടുള്ളതാണ്. അത് പ്രശ്നമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞിട്ടുണ്ട് ലൗല അന എന്നുള്ള അർത്ഥത്തിൽ, അഥവാ പിന്നെ ഞാനില്ലായിരുന്നെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏതർത്ഥത്തിലാണ്? അത് പിന്നെ ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോടൊപ്പം വാവ് വെച്ചിട്ട് പറയുന്നൊരവസ്ഥ. പിന്നെ അഫൻ അങ്ങനെയല്ല, അഫൻ ഞാൻ പറഞ്ഞതിലൊരു മാറ്റമുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിനേക്ക് മാത്രം ചേർത്തി പറയുക എന്നുള്ളത്, അത് തൗഹീദിന്റെ പൂർണ്ണത. 2, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷം സുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറയുക എന്നുള്ളത്, അത് അനുവദിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ബാബുകളിലൊക്കെ പറഞ്ഞതുപോലെ സുമ്മ എന്നുള്ള പിന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. 3ാമത്തേത് അള്ളാഹുവിനോടും അള്ളാഹുവിനൊപ്പം വേറൊരാളെ വെച്ച് പറയുക, വാവ് ഇട്ട് അള്ളാഹും ഒപ്പം നീ ഉദ്ദേശിച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ, അത് ശിർക്കുൻ അസ്ഗറാണ്. 4ാമത്തേത് ഇന്നാലിന്റെ വ്യക്തി മാത്രം ഉദ്ദേശിച്ചാൽ അവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാനതിന് കാരണം എന്ന നിലക്കുള്ളത്, അത് പറയൽ അനുവദനീയമാണ്. എപ്പോൾ?
ഒരിക്കലും അത് മാത്രമാണ് അതിന്റെ കാരണം എന്ന വിശ്വാസമില്ലാതെ എന്ന് ഉറപ്പിക്കാതെ പറയാം. അതിനാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ലൗലാ അന, ഞാനില്ലായിരുന്നെങ്കിൽ കാന ഫിദ്ദർക്കിൽ അസ്ഫൽ, അബൂ താലിബ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഞാനില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അസറിൽ ഈ നായ്ക്കുട്ടി ഇല്ലായിരുന്നെങ്കിൽ, കാവൽക്കാരനില്ലായിരുന്നെങ്കിൽ എന്ന നിലക്കുള്ള വാക്ക് അതിനെ മാത്രം ആശ്രയിച്ച് പറയുന്നത് കൊണ്ടാണ് അതെന്തായത് ശിർക്കുൻ അസ്ഗറായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒരാൾക്ക് പറയാൻ അനുവാദമുണ്ട്, പിന്നെ അവൻ വന്നുകൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ അവൻ ഇതായതുകൊണ്ടാണ് ചെയ്തത് പറയാം. പക്ഷേ വിശ്വാസത്തിൽ ഒരു തരി പോലും അവന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന നിലക്ക് ഇല്ലാതെ പറയൽ അനുവദനീയമായിട്ടുണ്ട്. ചില ഹദീസുകൾ ആ വിഷയത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ഈ അർത്ഥത്തിലാണ്. അപ്പൊ 4 തരത്തിലാണ് അള്ളാഹുലേക്ക് ചേർത്തി പറയൽ. ഒന്ന്, പരിപൂർണമായ കമാലിയത്തിന്റെ രൂപം അള്ളാഹുലേക്ക് മാത്രം ചേർത്തി പറയുക. പിന്നെ അള്ളാഹുവിനെ പറഞ്ഞ് പിന്നെ ശേഷം എന്നുള്ള അർത്ഥത്തിൽ സൃഷ്ടിയിലേക്ക് ചേർത്തി പറയാം. അള്ളാഹുവിനോടൊപ്പം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. പിന്നെ ആ വ്യക്തിയിലേക്ക് മാത്രം ചേർത്തി പറയാം. അനുവദനീയമാണ് എപ്പോൾ അയാൾക്ക് മാത്രമാണ് അതിൽ സ്വാധീനം എന്നുള്ളത് കൊടുക്കാതെ പറയൽ അനുവദനീയമാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. ധാരാളം ആളുകളിൽ പ്രത്യേകിച്ച് രോഗം മാറുമ്പോൾ ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാൽ അവരിലേക്ക് മാത്രം ചേർത്തി പറയുന്ന അവസ്ഥ ധാരാളം നമ്മുടെ ആളുകളിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ ഒരാളുടെ കഴിവിലേക്ക് മാത്രം ചേർത്തി പറയുക, ഇതിൽ സ്വന്തത്തിലേക്ക് മാത്രം, ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, ഞാൻ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ പോകുന്നത്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇവരെ കാണാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. ഇതൊന്നും പാടില്ല, പറയാനും പാടില്ല, ചിന്തിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഖൽബ് കൊണ്ടും ഖൗല് കൊണ്ടും സംസാരം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയുന്ന അവസ്ഥ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാബ് ഇതുപോലെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളാണ്. അതായത് ബാബു മജാഅ ഫീ മൻ ലം യഖ്നഅ ബിൽ ഹലിഫി ബില്ലാഹി. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ചേർത്തി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുന്നതിന്റെ ഗൗരവത്തെ, അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. ബാബിന്റെ ഉദ്ദേശിക്കുന്നത് മജാഅ ഫീ മൻ ലം യഖ്നഅ ബിൽ ഹലിഫി ബില്ലാഹി. അതായത് ഒരാൾ അള്ളാഹുവിൽ സത്യം ചെയ്ത ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃപ്തിപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ. ഒരാൾ ഒരു കാര്യം പറയണം, അള്ളാഹുവാണ് സത്യം, ഇതിങ്ങനെയാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് സംശയമായിട്ട് അതിൽ തൃപ്തിയായി പോരാതെ വരുന്നൊരവസ്ഥ. അതിലൊരു കനാഅത്തില്ലാതെ, അതിലൊരു സംശയവും അതിലൊരു വേറെ രീതിയിൽ അത് പറഞ്ഞ് വിശ്വസിക്കാത്ത ഒരവസ്ഥ, അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയരുത്. അറബികളുടെ ഇടയിൽ സാധാരണയായിട്ടുള്ള അവരുടെ തലമുറയിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാകും. പല അറബി ഗോത്രങ്ങളും അറിയപ്പെടുക ആ വ്യക്തിയുടെ കീഴിലായിക്കൊണ്ടായിരിക്കും. അങ്ങനെ സ്വന്തം ഉപ്പയാവട്ടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ആരെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് പറയുന്ന, അതിനൊരു പ്രാധാന്യവും അതിനൊരു മഹത്വമൊക്കെ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ച് നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്. മൻ ഹലഫ ബില്ലാഹി ഫൽയസ്ദുഖ്. ഇനി അള്ളാഹുവിൽ സത്യം ചെയ്ത് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ ഫൽയസ്ദുഖ്, അത് സത്യസന്ധമായിരിക്കണം. ഒരിക്കലും കളവായിട്ടുള്ള വിഷയത്തിൽ കളവ് പറയാൻ വേണ്ടി അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയരുത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചില സമയത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആളുകൾ നമ്മെ വിശ്വസിക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ആളുകൾ കളവ് പറയും. വല്ലാഹി എന്ന് പറഞ്ഞ് കളവ് പറയും. ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ സത്യം പറയണം. വമൻ ഹുലിഫ ലഹു ബില്ലാഹി ഫൽയർദ. ഇനി ആരെങ്കിലും അടുക്കൽ മറ്റൊരാൾ അള്ളാഹുവിൻ പറഞ്ഞുകൊണ്ട് വല്ലാഹി അല്ലെങ്കിൽ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അവൻ അതിൽ തൃപ്തിപ്പെടട്ടെ. ഒരു സംസാരം, നമ്മൾ വേറൊരാൾ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംസാരം അല്ലെങ്കിൽ ഒരു കാര്യം വന്നു, അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആള് പറഞ്ഞു വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അവൻ വിശ്വസ്തനാണ്, അവന് വേറെ കള്ളനോ കള്ളവാദിയോ ഒന്നുമല്ല, വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകുന്ന സംസാരമാണ് എങ്കിൽ കൂടി അത് നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. വമൻ ലം യർള ഫലൈസ മിനല്ലാഹ്. ഇനി അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാണ് എന്നുള്ള അർത്ഥത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ റവാഹു ഇബ്നു മാജ ബിസനദിൻ ഹസനിൻ. നോക്കൂ, ഈ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളോട് ഒരാൾ അള്ളാഹു സത്യം ചെയ്തൊരു കാര്യം പറയുകയാണ് എങ്കിൽ
അയാൾ വിശ്വസ്തനാണ് എങ്കിൽ, വിശ്വാസയോഗ്യമായിട്ടുള്ള ആളാണ് എങ്കിൽ, സിദ്ഖിൽ അദാലത്തിൽ അറിയപ്പെട്ട ഒരാളാണ് എങ്കിൽ അത് നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ തോറ്റുപോകുന്ന ഒരു വിഷയമാണെങ്കിലും അത് നമ്മൾ തൃപ്തിപ്പെടണം. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിനുള്ള തഅലീമാണത്. അവൻ അള്ളാഹുവിന് സത്യം ചെയ്തു പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന ആ മഹത്വത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടത്. അതിൽ തന്നെ ആദ്യം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൽ സത്യം ചെയ്തു പറയുകയാണെങ്കിൽ അവൻ സത്യം മാത്രമേ അതിൽ പറയാൻ പാടുള്ളൂ. കളവിന്റെ പേരിൽ വല്ലാഹി എന്നുള്ള വാക്കുകൊണ്ട് പറയരുത് എന്നുള്ളത്. ഇത് ശർഹ് വായിക്കുമ്പോൾ ഒന്നുകൂടി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഒരു ബാബിന്റെ ഷർഹിൽ പറയുകയാണ്, ബാബു മൻ ലം യഖ്ന ഫിൽ ഹലിഫി ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യം ചെയ്ത് പറയുന്നത് തൃപ്തിപ്പെടാതിരിക്കുന്ന അവസ്ഥ പറയാണ്. വയുറാദു ബിഹാദാ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇദാ തവജ്ജഹ്തൽ യമീന അലാ ഖസമിക്, എന്തെങ്കിലും ഒരു സംസാരത്തിന്റെ വിഷയത്തിൽ നിന്നെ കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ നീ തോറ്റുപോകുന്ന ഒരു വിഷയത്തിൽ ഒരു യമീനിനെ, സത്യം ചെയ്ത് പറയുന്ന ഒരു വാക്കിനെ നീ നേരിടേണ്ടി വന്നു. നിനക്ക് അങ്ങനെ ഉണ്ടാവുകയാണ്, ഒരാൾ സത്യം ചെയ്ത് പറയാണ് നിന്നോട്, പക്ഷെ ആ സംസാരത്തിൽ അത് നിനക്ക് തോറ്റുപോകുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരാൾ പറയുകയാണ്, വഹുവ മഅറൂഫുൻ ബിസ്സിദ്ഖി, ആ പറഞ്ഞ വ്യക്തി സിദ്ഖ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്, നല്ല സത്യസന്ധനായിട്ടുള്ള ആളാണ്. ഔ ളാഹിറുഹു അൽ ഖൈറു വൽ അദാല, അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നമുക്കറിയാം അയാൾ നന്മയുള്ള ആളാണ്, അദാലത്തുള്ള നീതിമാനായിട്ടുള്ള ഒരാളാണ്, കള്ളം പറയുന്ന ഒരാളൊന്നല്ല എന്ന് നമുക്കറിയാം. ഫഇന്നഹു യതഅയ്യനു അലൈക الرضا والقناعة بيمينه, നിന്റെ മേലെ ബാധ്യതയാകുന്ന നിർബന്ധമാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തൃപ്തിപ്പെടണം, ആ വാക്കിൽ നീ തൃപ്തിപ്പെടണം, അതിൽ ഖനാഅത്ത് ഉണ്ടാവും, അത് ഉൾക്കൊള്ളാനുള്ള അവസ്ഥ എനിക്കുണ്ടാകും. അവൻ പറഞ്ഞ സത്യത്തിൽ അത് ശരിയാണ് എന്ന് നീ അംഗീകരിക്കണം. لأنه ليس عندك يمين يعارض صدقه, നിന്റെ അടുക്കൽ അവന്റെ സിദ്ഖിനെതിരാകുന്ന ഒരു കാര്യം നിന്റെ അടുക്കൽ ഇല്ല എങ്കിൽ, അഥവാ അവൻ വിശ്വസ്തനായിട്ടുള്ള ആളാണ് എങ്കിൽ നീ അത് അംഗീകരിക്കണം എന്ന് പറയാണ്. وما كان عليه المسلمون من تعظيم ربهم وإجلاله يوجب عليك أن ترضى بالحلف بالله, കാരണം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വത്തിന്റെ ഭാഗമാണ് ഒരാൾ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃപ്തിപ്പെടുക എന്നുള്ളത്, അത് അംഗീകരിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. വകദാലിക, അതുപോലെ തന്നെ ലൗ ബദൽത ലഹുൽ യമീന ബില്ലാഹി, നീ അങ്ങോട്ട് അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് ആരോടെങ്കിലും പറയുകയാണ്, ഫലം യർള ഇല്ലാ ബിൽ ഹൽഫി ബിത്വലാഖ്, എന്നാൽ ആ മറ്റേ വ്യക്തി തൃപ്തിപ്പെടുന്നില്ല. ഹൽഫി ബിത്വലാഖ്, ഹൽഫി ബിത്വലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാഹി എന്ന് പറയും, അതോടൊപ്പം പറയും ഞാനിത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ത്വലാഖാവുന്നതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഭാര്യയോട് പറയും നീ അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്ന നിലക്ക് പറയുന്ന വാക്കിനാണ് അങ്ങനെ പറയാം. അതായത് അള്ളാഹ് പോരാ, ഇങ്ങനെ ഒരു ഹൽഫ് ബി ത്വലാഖ് കൂടി വേണം എന്ന നിലക്ക് പറയാണ്. അല്ലെങ്കിൽ ഔ ദുആഇൽ ഖസമി അലാ നഫ്സിഹി ബിൽ ഉഖൂബാത്ത്, വേറെ രീതിയാണ് സത്യം ചെയ്ത് പറയുന്നതിന്റെ, ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ വരട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ നാടുകളൊക്കെ സാധാരണ എന്റെ കണ്ണ് പൊട്ടി പോകട്ടെ, അല്ലെങ്കിൽ എന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയും. അങ്ങനെ ശിക്ഷ ഉണ്ടാവട്ടെ എന്ന നിലക്ക് പറയുക. ഫഹുവ ദാഖിലുൻ ഫിൽ വഈദ്, അതെല്ലാം ഈ താക്കീദിൽ പെട്ടതാണ്. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലിഅന്ന ദാലിക സൂഉ അദബി വതർകി ലിതഅദീമില്ലാ, കാരണം അത് മോശപ്പെട്ട ഒരു അദബും അള്ളാഹുവിനെ മഹത്വം കൊടുക്കാത്ത രീതിയുമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഒരാൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കണം. അവൻ വിശ്വസ്തനാണ് എങ്കിൽ, അവന്റെ സിദ്ഖിന് കുറവൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുപോലെ നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിലും അവൻ തൃപ്തിപ്പെടേണ്ടതാണ്. അതല്ല എങ്കിൽ അവന് ഈ താക്കീദിൽ ഉൾക്കൊണ്ടു. വസ്തിദ്റാക് അലാ ഹുക്മില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിധിയോട് അതിനെ ഒഴിവാക്കുന്ന കാര്യമാണ് അത് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഅമ്മാ മൻ അറഫ മിൻഹുൽ ഫുജൂർ وأما من عرف منه الفجور والكذب والحالف على ما تيقن كذبه, എന്നാൽ ഒരു വ്യക്തി അവൻ തെമ്മാടിയാണെന്നറിയാം, അവൻ കള്ളം പറയുന്നവനാണെന്നറിയാം, അവൻ കള്ളം പറയുന്ന ആളാന്ന് ഉറപ്പാണ്, അങ്ങനെ ഒരാള് ഈ സത്യം ചെയ്ത് പറയാം, അങ്ങനെ ഒരാൾ വന്നിട്ട് വല്ലാഹി ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫലാ യദ്ഖുലു ഫഇന്നഹു ലാ യദ്ഖുലു തക്ദീബുഹു ഫിൽ വഈദി ലിൽ ഇൽമി ബികദിബിഹി, അവൻ കള്ളനായതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ അവന്റെ ആ യമീൻ, അവൻ സത്യം ചെയ്ത പറഞ്ഞ വാക്ക് എന്തില്ല, ഈ ഒരു കുറ്റത്തിലില്ല, ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല, അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. കള്ളനായിട്ടുള്ള ഒരാൾ വന്നിട്ട് കളവ് പറയുന്നവനാണെന്ന് അറിയാം, തെമ്മാടിയാന്ന് അറിയപ്പെട്ട ഒരാളാണ്,
അയാൾ വന്നിട്ട് ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു അത് അംഗീകരിക്കണം, അതില്ല. കാരണം അവന്റെ കളവ് ബോധ്യപ്പെട്ടതാണ്. വഅന്നഹു ലൈസ ഫീ ഖൽബിഹി മിൻ തഅലീമില്ല, കാരണം അവന്റെ ഖൽബിൽ അള്ളാഹുവിനോട് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല. ഇത് ആരോടാ പറയുന്നത്? അള്ളാഹുവിന് കൊടുക്കുന്ന തഅലീം കൊടുക്കുന്ന രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിഷയമായി പറയുന്നത്. രണ്ട് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന രണ്ടാളുകളാണ്. അതിലൊരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞാൽ മറ്റേ ആൾ അംഗീകരിക്കണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. വേറൊന്നും ആവശ്യപ്പെടാൻ പാടില്ല, അത് തൃപ്തിപ്പെടണം. അതല്ലാതെ ഫാജിറായി നടക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട. കാരണം അവന്റെ ഖൽബിൽ അള്ളാഹുവിനോട് തഅലീമില്ല, അവനെന്തും പറയാം. അവൻ അള്ളാഹുവിന് ഒരു മഹത്വം കൊടുക്കുന്നില്ല, അവനെന്തും പറയാം. മാ യത്മഇന്നു الناس ഇലാ യമീനിഹി ഫതഅയ്യന ഇഖ്റാജു ഹാദാ النوع من الوعيد, ജനങ്ങൾക്ക് അവന്റെ വാക്കിനൊരു വിലയില്ല. അവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ താക്കീത് അതിൽ ബാധകമല്ല. ലിഅന്ന ഹാലതഹു മുതയഖിനതുൻ, കാരണം അവന്റെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ബാബിനോട് തന്നെ ചേർന്ന് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബാബിലും പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആ വാക്കുകളുടെ ഗൗരവം. ഇത് അങ്ങനെ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയുമ്പോൾ അതിനെ തൃപ്തിപ്പെടണം. നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും അത് പരസ്പരം മുസ്ലിമീങ്ങൾ അത് തൃപ്തിപ്പെടണം. കാരണം അത് അള്ളാഹുവിന് കൊടുക്കുന്ന തഅലീമും അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വവുമാണ്. അതുകൊണ്ടാണ് തൃപ്തിപ്പെടണം എന്ന് പറയാനുള്ള കാരണം. അടുത്ത ബാബ്, ബാബു ഖൗലി മാ ഷാ അല്ലാഹു വശിഅത. നേരത്തെയുള്ള ബാബിൽ പറഞ്ഞതിന്റെ ഓരോരോ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഖൗലു മാ ഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ചില ഹദീസുകളും അസറുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അൻ ഖുതൈലത അന്ന യഹൂദിയൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നകും തുശ്രികൂന, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണെന്ന് പറഞ്ഞു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു ജൂതൻ പറയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. തഖൂലൂൻ, അതിന്റെ കാരണം പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നു മാ ഷാ അല്ലാഹു വശിഅത, നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങളെ സംസാരത്തിൽ വരുന്നുണ്ട്. കാരണം അത് ആദ്യം മുതലേ സംസാരങ്ങളിൽ ജാഹിലിയ്യ കാലഘട്ടത്തിലും സംസാരങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതി നിങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ ശിർക്ക് ചെയ്യലാണ് എന്നൊരു ജൂതൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വതഖൂലൂൻ, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് വൽ കഅബതി, കഅബ തന്നെയാണ് സത്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആ സംസാരം ഉണ്ട് എന്ന് പറഞ്ഞു. അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സംസാര രീതിയാണ്, അത് തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു. ഫഅമറഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചു, ഇദാ അറാദു അയ്യഹ്ലിഫു, ആരെങ്കിലും സത്യം ചെയ്ത് വാക്ക് പറഞ്ഞൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അയ്യഖൂലു, അവർ പറയട്ടെ വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യമെന്ന് പറയട്ടെ. വയഖൂലു, അതുപോലെ അവൻ പറയട്ടെ മാ ഷാ അല്ലാഹ് സുമ്മ ശിഅത, അള്ളാഹുവും പിന്നെ നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയട്ടെ. റവാഹു നസായി വസഹഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കാണത്. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്കറിയാം കൊടും ശിർക്കിന്റെ അവസ്ഥകളുണ്ട്. അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും അതിനെ തുടർന്നുകൊണ്ട് ആളുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിയാഹത്ത് പോലെ, മരിച്ചു കഴിഞ്ഞാൽ നിലവിളിച്ച് കരയുന്നത് പോലെ, അങ്ങനെ പല സമ്പ്രദായങ്ങളും ഇസ്ലാമിൽ ഘട്ടം ഘട്ടമായി പഠിപ്പിച്ചു വരികയായിരുന്നു. അതിൽപ്പെട്ട ഒരു വാക്കായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കഅബയ്ക്ക് അവർ വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ ഫീലൊക്കെ അതിന്റെ തഫ്സീറൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കഅബയ്ക്ക് അവർ നൽകിയിരുന്ന മഹത്വം അത്ര വലുതാണ്. കഅബ പുതുക്കി പണിഞ്ഞ സന്ദർഭത്തിൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം പണിതാൽ മതി എന്നുള്ളത് കൊണ്ടാണ് കഅബ ഇന്നുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ രൂപത്തിനേക്കാൾ രൂപം മാറിക്കൊണ്ടുള്ള അവസ്ഥയിലുള്ളത്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന ആ ഭാഗം കൂടി എന്താണ്? ശരിക്ക് കഅബയുടെ ഭാഗമാണ്. അതിനെ കൂടി തവാഫ് ചെയ്താലേ തവാഫ് സഹിയാവുകയുള്ളൂ. പക്ഷേ അത് ചെറുതാക്കി ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരുന്നു? അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അടുക്കൽ അബൂജഹലിന്റെയും അബൂലഹബിന്റെയും നേതൃത്വത്തിലുള്ള മുശ്രിക്കീങ്ങളിൽ എന്തില്ല? ഹലാലായ സമ്പാദ്യം അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള സമ്പാദ്യം പലിശ, മദ്യം വിറ്റത്, വ്യഭിചാരത്തിൽ ലഭിച്ചത്, ചൂതാട്ടത്തിൽ ലഭിച്ചത്, ഇങ്ങനെയുള്ളത് അവർക്കത് അറിയാതെ ഹറാമാണ് എന്ന്. ഹലാലായ കച്ചവടമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വരുമാനം കൊണ്ട് ഉണ്ടാക്കിയാൽ നോക്കിയപ്പോൾ ഇത്രയേ പറ്റിയുള്ളൂ, ബാക്കി ഉണ്ടാക്കാൻ പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ വലിപ്പം കുറച്ചുണ്ടാക്കിയത്. അപ്പൊ അത്രയും കഅബയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? അവർക്ക് അവർ ഷർഫ് കണ്ടിട്ടുണ്ട്. അപ്പോ വൽ കഅബതി, കഅബ തന്നെയാണ് സത്യം എന്നുള്ള വാക്ക് അവർ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാം വ്യാപിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജൂതനായിട്ടുള്ള അവരുടെ കിതാബുകൾ അറിയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, അവർക്കറിയാം
അവർക്കറിയാം ഇത് ശിർക്കാണെന്ന് ഈ പറയുന്ന വാക്ക്. കാരണം ജൂത അവരുടെ കിതാബുകളിൽ കണ്ടിട്ടാകാം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്, അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതാണ്. അപ്പോൾ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഈ ഒരു സംഭവം ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, അന്നൊരു ജൂതൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ പറയാ? സുബ്ഹാനല്ലാഹ്, ജാറത്തിൽ പോയി സങ്കടം പറയുന്ന, പ്രാർത്ഥിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരാണ് ഈ ലോകത്തിന്റെ മുദബ്ബിർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിയാൽ പോലും അത് ശിർക്കല്ല, അള്ളാഹുവിനെ പോലെയാണെന്ന് വിചാരിച്ചാലേ ശിർക്കാവുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ഈ ഖൗമിന്റെ അടുക്കൽ ഒരു ജൂതം വന്നാൽ തന്നെ അവരെന്താ പറയാ? നഊദു ബില്ലാഹ്, വലിയ അപകടമാണ്. അപ്പോൾ ആ വാക്ക് എന്താണ് പറഞ്ഞത്? മാഷാ അല്ലാഹു ശിഅത, അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. വൽ കഅബത്തി, കഅബ തന്നെയാണ് സത്യം നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യായീകരിക്കാനല്ല നിന്നത്, അതിനെ ന്യായീകരിക്കാനല്ല നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? വൽ കഅബത്തി എന്ന് പറയരുത്, നിങ്ങൾ എന്ത് പറയുക? വറബ്ബിൽ കഅബത്തി എന്ന് പറയുക, അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയുക. മാഷാ അല്ലാഹ് വ ശിഅത, ഒപ്പം എന്നുള്ള അർത്ഥം വരുന്ന ഭാവങ്ങൾ ഉപയോഗിക്കരുത്. മാഷാ അല്ലാഹ് സുമ്മ ശിഅത, അള്ളാഹുവും പിന്നെ നീയും ഉദ്ദേശിച്ചാൽ എന്ന വാക്ക് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ആ ഒരു ജൂതന് മനസ്സിലായ തൗഹീദ്, പറഞ്ഞ ആശയത്തിലുള്ള തൗഹീദ് അതുപോലും ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് അറിയില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കിതാബു തൗഹീദ് എന്നുള്ള ഗ്രന്ഥം അത് നമ്മൾ സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കാരണം ഇത് കുറച്ചു കാലം നമ്മൾ ഇതൊന്നും തൗഹീദിനെ പറ്റി കേൾക്കാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി. തൗഹീദിനെ പറ്റി കേൾക്കാനോ പഠിക്കാനോ ഉത്ബോധനങ്ങളോ ഒന്നും നമുക്കില്ലാത്ത കുറച്ച് കാലം ആലോചിച്ച് നോക്കി, ശിർക്ക് കടന്നു വരുന്ന ഒരവസ്ഥ വരും. ശിർക്ക് ലോകാവസാനം നടക്കുന്ന സമൂഹത്തിന്റെ ഒരു ഹദീസിൽ കാണാം, അന്ത്യനാളിന്റെ അടയാളവുമായി മറ്റു പറയുന്ന ഹദീസിൽ ലോകാവസാനം നടക്കുന്ന സമയത്ത് ആ സമൂഹത്തിൽ അതിന്റെ തൊട്ടുമുള്ള സമൂഹങ്ങളിലൊക്കെ ആയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വൃദ്ധയോ ആയിട്ട് ആളുകൾ പറയും, ഇത് എന്റെ പൂർവികന്മാരാരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്റെ പൂർവികന്മാരാരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എന്തോ ഒരു വാക്ക്, അതല്ലാതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഒരവസ്ഥ വരാനുണ്ട്, അന്ത്യനാൾ അടുക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മടങ്ങുന്നുണ്ട്. പക്ഷേ ആ തൗഹീദിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയായിട്ടുള്ള ഏക മാർഗം. അതൊരിക്കലും നമ്മൾ ഒഴിവാക്കരുത്, ഒരിക്കലും അവസാനിപ്പിക്കരുത്, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഹദീസിൽ ആ ഉപയോഗം വൽ കഅബ എന്നുള്ളത് മാഷാ അല്ലാഹു ശിഅത എന്ന ഉപയോഗം അത് ശിർക്കാണ് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസാണിത്. വലഹു അയ്ളൻ അൻ ഇബ്നു അബ്ബാസ്, മറ്റൊരു റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹു വശിഅത, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, വേറെ ആരെയല്ല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചത് കൊണ്ട് എന്ന്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ അറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് എന്നെ പകരക്കാരാക്കണോ, അള്ളാഹുവിനോടൊപ്പം എന്നെ പകരക്കാരനാക്കുകയാണോ നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറയാണ്. എന്നിട്ട് പറഞ്ഞു, ബൽ മാഷാ അല്ലാഹു വഹ്ദഹു, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ മതി എന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് വെക്കും. ഇന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചു തേടുന്ന ആളുകളുടെ ഒരു കാലമാണ്. ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നബിയെ വിളിച്ചു തേടുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഒരു കാലഘട്ടമാണ്. ഈ ഹദീസ് ഒന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വന്ന് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ വാക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അജഅൽതനി ലില്ലാഹി നിദ്ദൻ, അല്ലാഹുവിൽ നീ എന്നെ പകരക്കാരനാക്കുകയാണോ? അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊറുക്കലിനെ തേടുന്ന വരികളുള്ള മൗലീദ് കിതാബുകൾ പാരായണം ചെയ്യുന്ന ആളുകൾ എത്രത്തോളം അതിന്റെ അപകടം മനസ്സിലാക്കണം. അതുകൊണ്ടുള്ള അപകടം, അവരുടെ പരലോകത്തിൽ അവർക്കുണ്ടാകുന്ന നഷ്ടം, നരകത്തിൽ പ്രവേശിക്കും. അത്ര ഗൗരവമുള്ള
ഒരു കാര്യമാണത്. ഇനി പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഇതാണ് ഗൗരവം എന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ആരെ നോക്കിയാലും, അതിന് താഴെ വരുന്ന എത്ര വലിയാണെന്ന് പറഞ്ഞാലും അവരുടെ അവസ്ഥ എന്താണ്? ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതും ശിർക്കിന്റെ ഇനമാണ്. ഈ ബാബിലെ അവസാനത്തെ ഒരു ഹദീസ്, വലിബ്നു മാജഹ് അൻ തുഫൈൽ അഖി ആയിഷത ലിഉമ്മിഹാ. തുഫൈൽ ഇബ്നു അബ്ദുല്ലാ ഇബ്നുൽ ഹാരിസ് ഇബ്നു സഖ്ബറത്ത് അർദയി സഹാബിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ വഴിയുള്ള സഹോദരനാണ്. അതാ ഉപ്പ വേറെയാണ്, ഉമ്മ ഒന്നായിട്ടുള്ള ഉമ്മ വഴിയുള്ള സഹോദരനാണ് തുഫൈൽ. ഖാല, അദ്ദേഹം പറയാണ്, റഅയ്തു കഅന്നി അതൈതു അലാ നഫരിൻ മിനൽ യഹൂദ്. ഞാൻ ഒരു ദിവസം സ്വപ്നം കാണുകയുണ്ടായി, ജൂതന്മാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ അടുക്കിലേക്ക് ഞാൻ എത്തി. ഫഖുൽതു, അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നക്കും ലഅൻതുമുൽ ഖൗം, നിങ്ങൾ ഏറ്റവും നല്ല ആളുകളായിരുന്നു, നിങ്ങൾ ഏറ്റവും നല്ലൊരു ഉത്തമ സമൂഹമാകുമായിരുന്നു. ലൗലാ അന്നക്കും തഖൂലൂൻ, നിങ്ങൾ പറയാതിരുന്നെങ്കിൽ, ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് നിങ്ങൾ പറയാതിരുന്നെങ്കിൽ നിങ്ങൾ ഉത്തമമായിട്ടുള്ളൊരു സമൂഹമാകുമായിരുന്നു പറഞ്ഞു. ഖാലു, അപ്പോ ആ ജൂതന്മാർ തിരിച്ചു പറഞ്ഞു, സ്വപ്നം കണ്ടതാണ്, വൈന്നക്കും ലഅൻതുമുൽ ഖൗം, നിങ്ങളൊരു നല്ല കൂട്ടരാകുമായിരുന്നു, ഉത്തമ സമൂഹമാകുമായിരുന്നു. മുസ്ലിമുകളെ പറ്റി പറയാണ്, ലൗലാ അന്നക്കും തഖൂലൂൻ, നിങ്ങൾ പറയാതിരുന്നെങ്കിൽ, മാഷാ അല്ലാഹു വശാ മുഹമ്മദുൻ, അള്ളാഹുവും മുഹമ്മദും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് തുഫൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ മറർതു ബിനഫരിൻ മിനൻ നസാറ, പിന്നെ നസാറാക്കളിൽപ്പെട്ട ഒരു സംഘം ആളുകളുടെ അടുത്തൂടെ ഞാൻ പോയി. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും ലഅൻതുമുൽ ഖൗം, നിങ്ങൾ ഉത്തമ സമൂഹമാകുമായിരുന്നു. ലൗലാ അന്നക്കും തഖൂലൂൻ, നിങ്ങൾ പറയാതിരുന്നെങ്കിൽ, അൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് അള്ളാഹുവിന്റെ മകനാണ് നിങ്ങൾ പറയാതിരുന്നെങ്കിൽ നിങ്ങൾ ഉത്തമ സമുദായമാകുമായിരുന്നു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വഇന്നക്കും ലഅൻതുമുൽ ഖൗം, നിങ്ങൾ നല്ല സമുദായമാകുമായിരുന്നു. ലൗലാ അന്നക്കും തഖൂലൂൻ മാഷാ അല്ലാഹു വശാ മുഹമ്മദുൻ, അള്ളാഹുവും മുഹമ്മദും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഫലമ്മ അസ്ബഹ്തു, അങ്ങനെ പ്രഭാതമായപ്പോൾ, അഖ്ബർതു ബിഹാ മൻ അഖ്ബർതു, ഞാൻ ആ കാണുന്നവരോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് കണ്ട ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ثم أتيت النبي صلى الله عليه وسلم فأخبرته, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് എത്തി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അഖ്ബർത ബിഹാ അഹദൻ, നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചു. ഖുൽതു നഅം, അതെ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ഫഹമിദല്ലാഹ വസ്നാ അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. തുമ്മ ഖാല അമ്മാ ബഅദു ഫഇന്ന തുഫൈലൻ റആ റുഅയൻ, തുഫൈൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അഖ്ബറ ബിഹാ മൻ അഖ്ബറ മിൻകും, നിങ്ങളിൽ ആരെയൊക്കെയാണോ അറിയിച്ചിട്ടുള്ളത് അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആ കാര്യം. വഇന്നകും ഖുൽതും കലിമതൻ കാന യംനഉനി കദാ വകദാ അൻ അൻഹാകും അൻഹാ, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ അത് വിരോധിക്കാതിരുന്നത് ഇന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ്, ചില റിവായത്തിൽ ഹയാ കൊണ്ടാണ്, ലജ്ജ കൊണ്ടാണ് എന്ന നിലക്ക്, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കാരണത്താലാണ് ഞാനത് വിരോധിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. ഫലാ തഖൂലു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയരുത് മാഷാ അല്ലാഹു വശാ മുഹമ്മദുൻ എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ ഖൂലു, പക്ഷെ നിങ്ങൾ പറയുക, മാഷാ അല്ലാഹു വഹ്ദഹു, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യം അള്ളാഹുവിനോടൊപ്പം ചേർത്തിക്കൊണ്ട് ഉദ്ദേശിച്ചു എന്നുള്ള അർത്ഥത്തിൽ പോലും പറയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. കാരണം ജൂതന്മാർക്ക് പോലും ആ ശിർക്കുൻ അസ്ഗർ എന്താണ് എന്നുള്ള ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുകയും അതിന്റെ ഗൗരവത്തെ പഠിക്കാതിരിക്കുകയും അതിൽ നിന്ന് പിന്നെ ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് അപകടം പിടിച്ചൊരു കാര്യമാണ്. അഥവാ ശിർക്കുൻ അസ്ഗർ ലഫ്വിയായി സംഭവിക്കുന്ന വാക്കുകൾ അത് പഠിക്കുകയും അതിനെ ഒഴിവാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളത് പരലോകത്ത് വലിയ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും വേണം.
ഈ ബാബിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ബാബു ഖൗലി മാ ഷാ അല്ലാഹു വശിത ഹാദിഹി തർജമതു ദാഖിലത്തുൻ ഫി തർജമത്തി സാബിഖ ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. കഴിഞ്ഞ ബാബിൽ ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ എന്ന ബാബിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ കാര്യവും. അതുകൊണ്ട് അതിനെപ്പറ്റി വേറൊന്നും ഇമാം സഅദി റഹിമഹുല്ലാഹ് കൂടുതലായി വിശദീകരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദർസിൽ നോക്കാം. തൗഹീദ് പഠിക്കാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമാക്കാനും ഷിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടാനും അതിന്റെ ചെറിയ അംശം പോലും ജീവിതത്തിൽ കലരാതെ ഒഴിവാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന അടിമകളിൽ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.